Solve dy by dx equal to x square 1 plus y for x equal to 1.4 using Adams-Moulton method. Given y of 1 equal to 1, y of 1.1 equal to 1.233, y of 1.2 equal to 1.548 and y of 1.3 equal to 1.979. അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഏത് വാല്യൂവിനാണ് സോൾവ് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. വൈയുടെ വാല്യൂ ഏതിനാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഈക്വൽ ടു 1.4ന്. ഇത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ആഡംസ്-മോൾട്ടൺ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ആഡംസ്-മോൾട്ടൺ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പത്തെ ഒരു 4 വാല്യൂസ് തന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഓയിലേഴ്സ് മെത്തേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ടോ ഈ 4 വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് വേണം ആഡംസ്-മോൾട്ടൺ വെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് വൈ, അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണോ അതായിരിക്കും എഫ് ഓഫ് എക്സ് വൈ. ഇനി തന്നിട്ടുള്ള 4 വാല്യൂസ് എഴുതാം. ആദ്യത്തെ വാല്യൂ x0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. x0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ y ഓഫ് 1 ഈക്വൽ ടുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ y ഓഫ് 1 ഈക്വൽ ടു 1 ആണെങ്കിൽ x0 ഈക്വൽ ടു 1 എഴുതാം. y0 ഈക്വൽ ടു 1. ഇവിടെ x1 അടുത്തത് x1 ഈക്വൽ ടു 1.1, y1 ഈക്വൽ ടു 1.233. അടുത്തത് x2 എഴുതാം, y2 എഴുതാം, പിന്നെ x3 y3. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് എക്സിൻ്റെ വാല്യൂസ്? 1.1, 1.1, 1.2, 1.3. നമുക്ക് കാണേണ്ടത് 1.4 ആണ്. അപ്പോൾ x4ലുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് y4 ആണ് കാണേണ്ടത്. അപ്പോൾ അത് ടേബിളായിട്ട് എഴുതാം കേട്ടോ. ഇങ്ങനെ ടേബിളായിട്ട് ആദ്യം തന്നെ എഴുതിയാലും മതി. നമുക്കിത് ആഡംസ്-മോൾട്ടൺ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് F0, F1, F2, F3 ഇത് 4 കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കാൽക്കുലേറ്ററിൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കാൽക്ക് ഇട്ടിട്ട് ഇതും 1ഉം ഈ വൈക്ക് 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അടുത്തത് ചെയ്യുമ്പോൾ കാൽക്ക് അടിച്ചിട്ട് 1.1, 1.233 അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാൽക്കുലേറ്ററിൽ കാൽക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്ത് അങ്ങനെ ചെയ്യാം, അല്ലാതെയും വേറെ മെത്തേഡ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. നമുക്ക് കാണേണ്ടത് വൈയുടെ വാല്യൂ 1.4ലാണ്. അപ്പോൾ അത് x4 ആയിട്ട് വരും. ആദ്യം നമ്മൾ ആഡംസ്-മോൾട്ടൺ പ്രിഡിക്റ്റർ ഫോർമുല ചെയ്തിട്ട് ഇത് പ്രിഡിക്റ്റ് ചെയ്യുക. ഈ വാല്യൂ ആ വാല്യൂ പ്രിഡിക്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ ആണ് y4 കിട്ടുക. അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാല്യൂ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് F4 കാണണം. അതായത് ഇവിടെ കണ്ട ഈ വാല്യൂസ് ഇല്ലേ, അത് ആ ഇക്വേഷനില്ല, അതിൽ തന്നെ നമ്മൾ 1.4ഉം 2.5723 കണ്ടുപിടിച്ചിട്ട് F4 കാണും. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റർ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറക്റ്റർ ഫോർമുല എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇതാണ് ആഡംസ്-മോൾട്ടൺ കറക്റ്റർ ഫോർമുല.